ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു തആല കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. നമ്മുടെ സ്വർഗത്തിലേക്ക് കുടുംബസമേതം പോകണം. അതിനുവേണ്ടിയാണ് നമ്മുടെ എല്ലാ കൂടിയിരുത്തങ്ങളും, എല്ലാ കേൾവിയും, എല്ലാ കർമ്മങ്ങളും, എല്ലാ പ്രവർത്തനങ്ങളുമൊക്കെ സ്വർഗത്തിലേക്ക് കുടുംബസമേതം പോകണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിൽ നിന്നാണ്. ആ മുറാദ് ഹാസിലാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ മുറാദ് ഹാസിലാക്കി തരുമാറാകട്ടെ. ഉമ്മാൻ്റെ കൈ പിടിച്ച് ഉപ്പാനെ കൂടെ കൂട്ടി മക്കളെയൊക്കെ ഒപ്പം നിർത്തി സ്വർഗത്തിലൊരു കവാടത്തിലൂടെ കടന്നു പോകുന്നത് കിനാവ് കാണാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവുകയില്ല. അതിനപ്പുറമാണ് ഈ മാസത്തിലെന്നല്ല ജീവിതത്തിലുടനീളമുള്ള നമ്മുടെ ആഗ്രഹം. റസൂലിനെ കാണണം, സലാം പറയണം, കൂടെയൊന്നിരിക്കണം സ്വർഗത്തിൽ. ഇതിനു വേണ്ടിയാണ് നമ്മുടെയൊക്കെ നിത്യ നമസ്കാരങ്ങളിലും നമസ്കാരത്തിന് ശേഷവും ഒക്കെയുള്ള നമ്മുടെ പ്രാർത്ഥന. അള്ളാൻ്റെ റസൂല് ഈ മുറാദ് നമുക്ക് ഹാസിലാക്കി തരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാൻ്റെ റസൂലിനെ പരലോകത്ത് വെച്ച് കാണുവാനും സ്വർഗത്തിൽ ചെന്ന് സലാം പറയുവാനും കൂടെയിരിക്കുവാനും ഉള്ളൊരവസരമുണ്ട്. ആർക്കാണത്? അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. റസൂലുള്ളാഹി പറയാണ്, നമ്മുടെ മോഹമുണ്ടല്ലോ, നമ്മുടെ ആഗ്രഹം, ആ ആഗ്രഹം അതേപോലെ ഫലിക്കാൻ പോകുന്നു എന്നാണ് റസൂൽ പറഞ്ഞത്. ആർക്കാണ്? മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. ആര് എന്നെ ഇഷ്ടപ്പെടുന്നുവോ, എൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നുവോ, ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആരെന്നെ ഇഷ്ടപ്പെട്ടുവോ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാകും. ആരാണ് വാക്ക് പറഞ്ഞത്? ആരാണ് നമുക്ക് വാഗ്ദാനം തന്നത്? റസൂലുള്ളാഹിയാണ്. റസൂലിൻ്റെ കൂടെയുണ്ടാകും സ്വർഗത്തിലെന്ന്. സഹോദരന്മാരെ, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, ആ ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അതിനുവേണ്ടിയുള്ളതാണ് നമ്മുടെ ഈ ഇന്നത്തെ കൂടിയിരുത്തം. റസൂലിൻ്റെ അടുത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീക്ക് നമുക്ക് ലഭിക്കുമാറാകട്ടെ. നേരത്തെ ഇവിടെ ആമുഖ ഭാഷണത്തിൽ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഓർമ്മകളും അതുപോലെ തന്നെ റസൂലിൻ്റെ ചരിത്രവും സന്ദേശവും ജീവിതവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാസം കൂടിയാണ്. വീണ്ടും വീണ്ടും ഓർമ്മപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാസമാണ്. നമ്മൾ 5 വക്ത് നമുക്കറിയാം, ഒരു ചിത്രം പോലും റസൂലുള്ളാഹിൻ്റെത് നമ്മുടെ അടുത്തില്ല. ഒരു ബിംബം പോലും, മറ്റുള്ള മതങ്ങളിലുള്ള പോലെ ഒരു ബിംബം പോലും നമ്മുടെ ഈ നാട്ടിൽ എവിടെയും റസൂലുള്ളാഹിയുടേതായിട്ടുള്ളില്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു ബിംബവും ചിത്രവും ഇല്ല. പക്ഷെ എന്നിട്ടും 5 വക്തുകളിലും ബാങ്കിലും ഇക്കാമത്തിലുമായിട്ട് സ്വലാത്തിലുമായിട്ട് ലോകത്തുടനീളം അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരുച്ചരിക്കാത്ത ഒരു നിമിഷം പോലും കടന്നു പോകുന്നില്ല. ഈ ഒരു നിമിഷം പോലും റസൂലിൻ്റെ പേരുച്ചരിക്കാതെ ഈ ഭൂമിയിൽ കടന്നു പോകുന്നില്ല. അത് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെയാണ്. അത് അല്ലാഹുവിൻ്റെ സുന്നത്താണ്. നമ്മളാലോചിച്ച് നോക്കി, ഇവിടെ ഇപ്പോൾ നമ്മൾ മഗ്‌രിബ് നമസ്കരിച്ചു, മറ്റൊരിടത്ത് ഇപ്പോൾ ഇശാ നമസ്കരിക്കുന്ന സമയമായിരിക്കും. ഇവിടെ പകലാവുമ്പോൾ വേറെ സ്ഥലത്ത് രാത്രിയാണ്. അപ്പോൾ എല്ലാ സമയങ്ങളിലും ഈ ബാങ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സമയങ്ങളും, സമയം മാറുന്നതിനനുസരിച്ച് ലോകത്തെ എല്ലാ ഇടങ്ങളിലും എപ്പോഴും ബാങ്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങൾക്കപ്പുറം കഴിഞ്ഞു പോയിട്ടുള്ള ഒരു പ്രവാചകന്റെ നാമം ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഉച്ചരിക്കണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മനസ്സ് നിറയെ റസൂലുള്ളാഹിനെ കൊണ്ട് നടക്കുന്നത്? അള്ളാഹിൻ്റെ റസൂലിനെ കൂടെ കൊണ്ട് നടക്കുന്നത് എന്തിനാണ്? ഒരു നിമിഷം പോലും റസൂലിൻ്റെ പേരുച്ചരിക്കാതെ കടന്നു പോകാത്തത് എന്തുകൊണ്ടാണ്? ഒരുപാട് കാരണങ്ങളുണ്ട്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ഓടി വരും. എൻ്റെ ശരീരത്തെക്കുറിച്ച് വരും, ആ ശരീരത്തിലെ ചെറിയ ചെറിയ അവയവങ്ങളെക്കുറിച്ച് വരും. അതിനൊന്നും ഒരു ആരോഗ്യപരമായ ഒരു പ്രശ്നവുമില്ല. അതൊക്കെയാണ് എൻ്റെ അനുഗ്രഹം, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഓടി വരും. പക്ഷേ നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? ആ അനുഗ്രഹം നമുക്ക് ഹിദായത്ത് ലഭിച്ചു എന്നുള്ളതാണ്. നമ്മൾ വിശ്വാസികളായി എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ആ ഹിദായത്ത് നമുക്ക് എത്തിച്ചു തരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത് അല്ലാഹുവിൻ്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ റസൂലിനെ നിറച്ചു വെച്ചിട്ടുള്ളത്. ഹൃദയത്തിൽ മാത്രമല്ല, ജീവിതം മുഴുവനും നമ്മൾ റസൂലിനെ നിറച്ചു വെച്ചിട്ടുള്ളത്. നമുക്ക് ഹിദായത്ത് ലഭിച്ചത് റസൂലിലൂടെയാണ്. അള്ളാഹു അതിന് നിയോഗിച്ചത് അള്ളാഹിൻ്റെ റസൂലിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം, നമുക്ക് രണ്ടാമത്തേതെന്ന് പറയാൻ പറ്റില്ല, ഇതിനൊക്കെ കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ്. എൻ്റെ ഈമാന് പൂർത്തിയാവുകയില്ല അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഇഷ്ടമില്ലാതെ. എൻ്റെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, എന്ന് മാത്രം പറഞ്ഞാൽ പൂർത്തിയാകുന്ന ഒരു ഈമാനല്ല എൻ്റെ ഈമാൻ, എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടൊപ്പം അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നുകൂടി പറയുമ്പോഴാണ് എൻ്റെ ഈമാൻ പൂർത്തിയാകുന്നത്. അതുകൊണ്ട് എൻ്റെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിന് അനിവാര്യമായതുകൊണ്ടാണ് എൻ്റെ റസൂലിനെ എൻ്റെ ഹൃദയവും എൻ്റെ ജീവിതത്തിലും നിറച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ. മറ്റൊരു കാരണം പറയുകയാണ്, ഇതെന്നോട് അള്ളാഹ് പറഞ്ഞതാണ്. അള്ളാഹിൻ്റെ റസൂലിനെ ഇങ്ങനെ സ്നേഹിക്കുവാനും അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുവാനും എന്നോട് എൻ്റെ റബ്ബ് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അള്ളാഹിനെ മാത്രമല്ല റസൂലിനെ കൂടി നിങ്ങൾ അനുസരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുകൊണ്ടാണ് ഇത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടം എനിക്ക് വേണം, അള്ളാഹു ഇഷ്ടപ്പെടുന്നവനായി മാറണം. അതിനെന്താണ് വേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയാണ് അല്ലാഹു, നിങ്ങൾ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, എന്നെ ഇഷ്ടപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെയും ഇഷ്ടപ്പെടണം. അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനെ കൂടി ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കണമെങ്കിൽ എനിക്ക് റസൂലിനോടുള്ള ഇഷ്ടം വേണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, എൻ്റെ ഹൃദയം നിറയെ റസൂലിനെ ഞാൻ കൊണ്ട് നടക്കുന്നത്, എൻ്റെ ജീവിതം നിറയെ റസൂലിനെ ഞാൻ കൊണ്ട് നടക്കുന്നത്. എൻ്റെ അവസാനത്തെ നിമിഷത്തിൽ എന്നെ എടുത്തിട്ട് എൻ്റെ ബന്ധുക്കൾ ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് മലായിക്കത്തുകളുടെ ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു ചോദ്യം മൻ നബിയുക എന്നുള്ളതാണ്. സഹോദരന്മാരെ, അവിടെ ആരും ഉത്തരം പറയാനുണ്ടാവുകയില്ല. മൻ നബിയുക നമുക്ക് ആരും പറഞ്ഞു തരാനുണ്ടാവുകയില്ല. ആരെഴുതി വെച്ച് തന്നാലും എനിക്ക് പറയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. മൻ നബിയുക എന്നുള്ള അങ്ങനത്തെ ചോദ്യത്തിന് ഉത്തരം പറയാൻ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് കാണാതെ പഠിച്ചവർക്ക് കഴിയില്ല. അത് കാണാതെ പഠിച്ചു എന്നതുകൊണ്ട് കഴിയില്ല, അത് മനഃപ്പാഠമാണ് എന്നതുകൊണ്ട് അറിയില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ജീവിതം നിറയെ ഉണ്ടായിരുന്നു എങ്കിൽ ഖബറിൽ വെച്ചിട്ട് അല്ലാഹുവിൻ്റെ മലായിക്കത്തുകൾ മൻ നബിയുക എന്ന് പറയുമ്പോൾ, ചോദിക്കുമ്പോൾ ആത്മാഭിമാനത്തോടുകൂടി, അന്തസ്സോടുകൂടി, ആവേശത്തോടുകൂടി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ഖബറിൽ വെച്ചിട്ട് മലായിക്കത്തോട് പറയാൻ കഴിയണമെങ്കിൽ ഹൃദയം നിറയെ റസൂൽ വേണം, ജീവിതം നിറയെ റസൂൽ വേണം. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ നിറയെ റസൂൽ ഉണ്ടായത് എന്നുള്ളതാണ്. മറ്റൊന്ന്, എൻ്റെ ഏറ്റവും വലിയ പൂതി, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ റസൂലിൻ്റെ കൂടെ ഇരിക്കണം, റസൂലിനൊന്ന് കാണണം. എനിക്ക് ഇത്രമാത്രം നന്മ പറഞ്ഞു തന്ന, എന്നെ ഹിദായത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, എൻ്റെ സ്വർഗത്തിന് വേണ്ടി നിരന്തരം നിർബന്ധിച്ച എൻ്റെ റസൂലിനെ എനിക്ക് കാണണം. അങ്ങനെ കാണാൻ കഴിയണം. അത് കഴിയുന്നത് അല്ലാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവരാണ്. കാന മഈ ഫിൽ ജന്ന,
എൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാകുമെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ ഹൃദയം നിറയെ നിറച്ചു വെച്ചിട്ടുള്ളത് എന്നാണ്. എനിക്ക് എൻ്റെ അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും കൂടെ മറ്റൊരു കാര്യം എന്താണ്, റസൂലിനെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എൻ്റെ റസൂൽ എന്നെ അത്രമാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ റസൂൽ എന്നെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. സഹാബിമാരിങ്ങനെ ഇരിക്കുകയാണ്. സഹാബിമാരോട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഇഖ്വാനികളെ കാണാൻ ഇഷ്ടപ്പെടുന്നു, പൂതിയാകും എനിക്ക്. എൻ്റെ ഇഖ്വാനികളെ, എൻ്റെ സഹോദരന്മാരെ കാണാൻ എനിക്ക് പൂതിയാകുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ സഹാബിമാരോട് അത് പൂതി പറയാണ്. സഹാബിമാർ തിരിച്ചു ചോദിച്ചു, റസൂലേ, ഞങ്ങളല്ലേ നിങ്ങളുടെ ഹബീബ്, ഞങ്ങളല്ലേ നിങ്ങളുടെ സഹോദരന്മാരെന്ന് പറയുന്നത്? റസൂൽ പറഞ്ഞു, നിങ്ങൾ അസ്ഹാബിന, എൻ്റെ അനുചരന്മാരാണ്. എൻ്റെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശേഷം വരുന്നവരാണ്, നിങ്ങൾക്ക് ശേഷം വരുന്നവരാണ്. ആരെക്കുറിച്ചാണ് ആ പറഞ്ഞത്? റസൂൽ ആരെക്കുറിച്ചാണ് കാണാൻ പൂതിയാകുന്നു എന്ന് പറഞ്ഞത്? എന്നെക്കുറിച്ചാണ്, നിങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയേറെ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിനെ എനിക്ക് കാണണം. അതിന് ഹൃദയം നിറയെ റസൂൽ ഉണ്ടാകണം. ഹൃദയം നിറയെ, ജീവിതം നിറയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ പ്രവാചകന്മാർക്കും ഒരു പ്രാർത്ഥനയുണ്ട്, ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. തീർച്ചയായും ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ആ പ്രവാചകന്മാരൊക്കെ അത് ഉപയോഗിച്ചു. ഈ പരലോകത്ത് മഹ്ശറയിൽ ചെന്നിട്ട് ഓരോരുത്തരും എല്ലാ പ്രവാചകന്മാരുടെ അടുത്തേക്കും പോയി ചോദിക്കുന്നുണ്ടല്ലോ, ഞങ്ങളെ കാര്യമൊന്ന് പറയൂ റബ്ബിനോട് എന്ന്. അപ്പൊ എല്ലാ പ്രവാചകന്മാരും അവനവന്റെ കാര്യങ്ങൾ തന്നെ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പരലോകത്തിങ്ങനെ നടക്കുന്നുണ്ടാകും, അല്ലാഹുവിനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ടാകും, യാ റബ്ബ് ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനെ റബ്ബേ, എൻ്റെ ഉമ്മത്തിനെ നീ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രതിസന്ധികൾ കടന്നുപോയിട്ടുണ്ട്, എത്രയെത്ര പ്രതിസന്ധികൾ കടന്നുപോയിട്ടുണ്ട്. ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൊന്നും ഉപയോഗിക്കാതെ ആ പ്രാർത്ഥന മാറ്റിവെച്ചത് ആർക്ക് വേണ്ടിയാണ്? ആ ശഫാഅത്തിന്റെ പ്രാർത്ഥന മാറ്റിവെച്ചത് നമുക്ക് വേണ്ടിയാണ്. യാ ഉമ്മത്തി, യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി എന്ന് അവിടെ വെച്ചുകൊണ്ട് റസൂൽ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂലിന് അത് ഉപയോഗിക്കാൻ അവസരങ്ങളില്ലാഞ്ഞിട്ടല്ല, ജീവിതത്തിൽ എത്രയോ ത്യാഗങ്ങൾ കഴിച്ചിട്ടുണ്ട്, പച്ചില ഭക്ഷിച്ച് കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉടൽമാല കഴുത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും തന്നെ ഈ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന ഉപയോഗിക്കാതെ മാറ്റിവെച്ചത് എനിക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്, പരലോകത്തേക്കാണ്. അപ്പോൾ ആ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് നിന്ന് ആ ശഫാഅത്തുൽ ലി ഉമ്മത്തി യൗമിൽ ഖിയാമ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫാഅത്ത്, ഉമ്മത്തിന് വേണ്ടിയുള്ള ഷഫാഅത്ത്, അതിനു വേണ്ടിയാണ് ആ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി, അള്ളാഹുവിൻ്റെ റസൂലിനെ നിഷ്കളങ്കമായി സ്നേഹിക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും പറയാറുള്ളത് ഇത്തിബാഉ റസൂലാണ് മുഹബ്ബത്ത് റസൂൽ എന്നത്. വളരെ ശരിയാണ്, അതാണ് വേണ്ടത്. പക്ഷെ ആ ഇത്തിബാഹിലേക്ക് എത്തണമെങ്കിൽ മുഹബ്ബത്ത് റസൂൽ ഉണ്ടാകണം, ഹൃദയത്തിൽ നിറയെ റസൂൽ ഉണ്ടാകണം. അപ്പോഴാണ്, അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിൽ ഉപ്പാനോടൊരു ഇഷ്ടം ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ കേൾക്കുക. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ റസൂലിനെ കേൾക്കണമെങ്കിൽ, അനുസരിക്കണമെങ്കിൽ അള്ളാഹിൻ്റെ റസൂലിനെ ഹൃദയം നിറയെ കൊണ്ട് നടക്കണം. ജീവിതത്തിലൂടെ ഹൃദയം നിറയെ കൊണ്ട് നടക്കുമ്പോഴാണ് റസൂലിനെ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. സഹാബിമാരൊക്കെ അങ്ങനെയായിരുന്നു, നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കുകയായിരുന്നു എന്നുള്ളതാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ റസൂലേ, എനിക്ക് നിങ്ങളെ കാണാതെ ജീവിക്കാൻ കഴിയില്ല, നിങ്ങളെ കാണാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇപ്പോൾ ജീവിതത്തിൽ നിങ്ങളെ കാണാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ എൻ്റെ മരണത്തെക്കുറിച്ചും നിങ്ങളുടെ മരണത്തെക്കുറിച്ചും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉന്നതമായ സ്ഥാനത്തായിരിക്കും, എനിക്ക് കാണാൻ കഴിയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. വിശുദ്ധ ഖുർആനാണ് മറുപടി കൊടുത്തത്. നിങ്ങൾ ആരെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ശുഹദാക്കളുടെ കൂടെ, അംബിയാക്കളുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ ഉറപ്പാണ്.
അതിന് നിഷ്കളങ്കമായ സ്നേഹമുണ്ടാകണം എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു മരണത്തിനോടടുത്ത് കിടക്കുകയാണ്, ഷഹീദാകാൻ പോവുകയാണ്. കുത്തേറ്റ് അതിൻ്റെ പേരിലുള്ള പ്രയാസം കൊണ്ട് മരണത്തിനോടടുത്ത് മരണത്തിൻ്റെ പായയിൽ കിടക്കുമ്പോൾ മകൻ അബ്ദുള്ളയെ വിളിക്കുന്നുണ്ട്. റളിയല്ലാഹു അൻഹു അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നീ ആയിഷയുടെ അടുത്തുനിന്ന് പോകണം, നീ ആയിഷയുടെ അടുത്തുനിന്ന് പോകണം. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയണം, അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു എന്ന് പറയരുത്. എൻ്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹമാണ്, അതുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു എന്ന് പറയണ്ട, ഉമർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. എന്താണ് പറയേണ്ട കാര്യം? എൻ്റെ ജനാസ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത്, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഖബറടക്കുവാനുള്ള ഒരു അനുവാദം എനിക്ക് ലഭിക്കണം. ആ അനുവാദം നീ ഒന്ന് ചോദിച്ചു വാങ്ങിക്കൊണ്ടുവരണം എന്നുള്ളതാണ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു പോയിട്ട് ആയിഷ ബീവിയോട് പറയുന്നുണ്ട്. ആയിഷ ബീവി ഇത് കേട്ടപ്പോൾ തന്നെ ആകെ അസ്വസ്ഥമായിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണല്ലോ, എനിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതാണല്ലോ ആ സ്ഥലം. പിന്നീട് അവസാനം വീണ്ടും അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഈ ആഗ്രഹം വീണ്ടും പറയാണ്. അപ്പോൾ ഉപ്പാക്ക് വേണ്ടി അത് മാറ്റിവെച്ചിരിക്കുന്നു, എന്നാൽ നിന്റെ ഉപ്പാക്ക് വേണ്ടി ഞാൻ എൻ്റെ ആഗ്രഹം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോയി പറയുമ്പോൾ സഹാബത്ത് പറയുന്നു, ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഇത്ര മനോഹരമായിട്ട് ഇത്ര ആഹ്ലാദത്തോടു കൂടി ചിരിച്ചിട്ട് ഉമർ റളിയല്ലാഹുവിനെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. അത്രയേറെ ആഹ്ലാദമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ളത്. മരണശേഷവും റസൂലിന്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ചരിത്രമുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു മരണത്തിന് ശേഷം പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ വരുന്നില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ വരുന്നില്ല എന്ന് മാത്രമല്ല, ബിലാലിന് അവിടുന്ന് വിട്ടു പോകണം, അള്ളാന്റെ റസൂലിന്റെ ആ പള്ളിന്റെ അടുത്ത് നിന്നൊക്കെ പോകണം, വേറെ നാട്ടിലേക്ക് പോകണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വന്ന് ചോദിച്ചു. അബൂബക്കർ പറഞ്ഞു, നിനക്ക് ഈ മദീനയുടെ ശാപം ലഭിക്കും, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ, അതുകൊണ്ട് നീ പോകരുത്, ഞങ്ങൾക്ക് നിന്റെ ബാങ്ക് കേൾക്കണം. അത്രയേറെ സ്നേഹമായിരുന്നു പരസ്പരം. വീണ്ടും അവസാനം ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്നെ അടിമകളിൽ നിന്ന് മോചിപ്പിച്ചത് എന്നെ വീണ്ടും അടിമയാക്കാനാണോ, അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ അവിടെ നിർത്തുവാനാണോ, എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാതിരിക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവരെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ പോയിട്ട് ഒരുപാട് കാലത്തിന് ശേഷം ഉമറുള്ളാഹിന്റെ കാലത്ത് വീണ്ടും ആളുകൾക്ക് ആഗ്രഹം തോന്നുകയാണ്, ഈ ബിലാലിന്റെ ബാങ്കൊന്ന് കെട്ടിരുന്നെങ്കിലെന്ന്. തിരിച്ചു വിളിക്കുന്നു. ആര് വിളിക്കും? ഹസനും ഹുസൈനും പറഞ്ഞയക്കാം എങ്കിൽ. അങ്ങനെയുള്ള കുട്ടികളെ ആയിരുന്ന കാലത്ത് കളിപ്പിച്ചിരുന്ന കുട്ടികളാണല്ലോ ഈ ബിലാൽ റളിയല്ലാഹു അൻഹു കളിപ്പിച്ചു കിടന്നിരുന്ന കുട്ടികളാണ് ഹസനും ഹുസൈനും. അങ്ങനെ അവരെ പറഞ്ഞയക്കാം. അങ്ങനെ പറഞ്ഞയച്ച് കൂട്ടിക്കൊണ്ടുവരികയാണ്. ആരും അറിയാത്ത സന്ദർഭത്തിൽ അവന് ബിലാലിന്റെ ബാങ്കുളി ആ അമ്നാരങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബിലാലിന്റെ ബാങ്കുളി ഇങ്ങനെ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം പള്ളിയിലേക്ക് ഓടി വരികയാണ്, ഞങ്ങളുടെ ബിലാല്. പക്ഷേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നതോട് ബോധരഹിതനായിട്ട് വീണു പോവുകയാണ്. ആളുകളൊക്കെ വന്ന് വിളിക്കുന്നുണ്ട്, എന്താണ് ബിലാലെ പറ്റിയത്? പറയുന്നുണ്ട്, ഞാനിങ്ങനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ പറയുമ്പോൾ അള്ളാഹിന്റെ റസൂൽ ആ റൂമിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നത് എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ കാണുക. സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് കൊടുത്തു തീർക്കാൻ കഴിയുന്നില്ല ഈ ബാങ്ക്. അങ്ങനെ ബോധരഹിതനായി വീഴുകയാണ്. എത്രയുണ്ടാകും റസൂല് ആ ബിലാലിന്റെ ഹൃദയം നിറയെ, എത്രയുണ്ടാകും റസൂലിന് ബിലാലിനോടുള്ള സ്നേഹം. എന്താണ് ബിലാൽ ഇത്രയേറെ സ്നേഹം ഉണ്ടാകാൻ കാരണം? അറിയോ, മക്കം ഫത്ഹിന്റെ സമയത്ത് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വിജയാഘോഷത്തിന്റെ നിമിഷമാണ്, ആവേശമുള്ള നിമിഷമാണ്. എല്ലാ ശത്രുക്കളും കീഴടങ്ങിയിരിക്കുന്നു. റസൂലിന്റെ കരങ്ങളിലേക്ക് ആ മക്കയുടെയും മദീനയുടെയും ഒക്കെ അധികാരം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹിന്റെ റസൂലിന്റെ സഹാബിമാര് വളരെ ആവേശത്തോടു കൂടി നിൽക്കുന്ന സന്ദർഭമാണ്. എല്ലാവർക്കും ഉള്ളിൽ ആഗ്രഹമുണ്ട്, ഇന്ന് ഞാൻ ഈ കാബയുടെ മുകളിൽ കയറിട്ട്, ഏത് കാബയുടെ മുറ്റത്ത് കാബയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കുടൽമാലകളെല്ലാം ചാർത്തിക്കൊടുത്ത അതേ കാബാലയത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഈ സഹാബിമാരൊക്കെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു, ഇന്ന് കാബാലയത്തിന്റെ മുമ്പിൽ നിന്ന് മുഴക്കുന്ന ബാങ്ക് എന്റേതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രധാനപ്പെട്ട സഹാബിമാരൊക്കെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആര് ബാങ്ക് കൊടുക്കും?
റസൂലിനൊരു സംശയം ഉണ്ടായിരുന്നില്ല. വഅൈന ബിലാൽ, എൻ്റെ ബിലാൽ എവിടെ? വഅൈന ബിലാൽ, എൻ്റെ ബിലാൽ എവിടെ എന്ന് ചോദിച്ചിട്ട് ബിലാലിനെ തിരഞ്ഞു നടക്കുകയാണ് റസൂല്. അങ്ങനെ അവസാനം ബിലാലിന് ഇവരൊക്കെ ബാങ്ക് കൊടുക്കാനുള്ള അവസരം കാത്തിരിക്കുമ്പോൾ ബിലാലിന് അപകർഷതയാണ്. അല്ലെങ്കിൽ എനിക്കതിൻ്റെ മുകളിലേക്ക് കയറാൻ കഴിയില്ല എന്നുള്ളൊരു പറച്ചിൽ പറഞ്ഞു നോക്കുകയാണ് അല്ലാൻ്റെ റസൂലിനോട്. റസൂൽ, എനിക്കതിൻ്റെ മുകളിലൊക്കെ ഒന്നും കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞു നോക്ക്. റസൂല് പറഞ്ഞു, എൻ്റെ ചുമലിൽ ചവിട്ടിയിട്ടെങ്കിലും ബിലാലെ നീ അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട്. ഏത് ബിലാലാണ് ഈ ബാങ്ക് കൊടുക്കാൻ പോകുന്നത്? എത്ര ആവേശമുണ്ടാകുക ബാങ്കിനെ നോക്കൂ. ഇതേ മണലാരുണ്യത്തിലൂടെ വലിച്ചിഴച്ച്, അങ്ങനെ മണൽ കത്തി നിൽക്കുന്ന മണലാരുണ്യത്തിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോൾ അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞ ആ ബിലാലാണ് അല്ലാഹു അക്ബർ എന്ന് പറയാൻ പോകുന്നത്. ആവേശജലമായിട്ടുള്ള ആ ബാങ്കിന് തോളിൽ ചട്ടി റസൂലിന്റെ തോള് കാണിച്ചു കൊടുത്ത് അതിൽ ചവിട്ടി കയറിയിട്ട് ബാങ്ക് കൊടുത്ത ബിലാലിന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ആ ഹൃദയത്തിലേക്ക് റസൂൽ എത്രമാത്രം കയറി വരും. ബിലാൽ ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കവിളത്ത് എൻ്റെ ഉമ്മയും എൻ്റെ ഹബീബുമല്ലാതെ മറ്റാരും ഉമ്മ വെച്ചിട്ടില്ല. എൻ്റെ കവിളത്ത് ഒട്ടകത്തിൻ്റെ കാഷ്ടം, അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ തൊഴുത്തിൽ തന്നെ കടന്നിരുന്ന എൻ്റെ ഈ മുഖത്ത് എൻ്റെ ഉമ്മയും എൻ്റെ ഹബീബുമല്ലാതെ റസൂലുമല്ലാതെ ഉമ്മ വെച്ചിട്ടില്ല. അങ്ങനെ സ്നേഹിച്ചിരുന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷ്കളങ്കമായി, അതുകൊണ്ടാണ് നിഷ്കളങ്കമായി അവരൊക്കെ സ്നേഹിച്ചിരുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം നമ്മുടെ മനസ്സിൽ എപ്പോഴാണോ ഉണ്ടാവുക, അപ്പോഴാണ് നമുക്കെല്ലാവർക്കും നേരത്തെ പറഞ്ഞ കാന മഈ ഫിൽ ജന്ന, അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ പുലരുകയുള്ളൂ എന്നുള്ള. എന്ന് മാത്രമല്ല, എല്ലാ പ്രിയപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, എല്ലാത്തിനേക്കാളും കൂടുതൽ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, എല്ലാറ്റിനേക്കാളും കൂടുതൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വന്നിട്ട് പറഞ്ഞല്ലോ, എനിക്ക് എന്നെ ഒഴിച്ചു നിർത്തിയ പിന്നെ ബാക്കി എല്ലാറ്റിനേക്കാളും ഇഷ്ടം റസൂലിനെയാണ് എന്ന്. റസൂൽ തിരുത്തി കൊടുത്തു, അങ്ങനെയല്ല, എല്ലാറ്റിനേക്കാളും എൻ്റെ ഇച്ഛയെക്കാളും എൻ്റെ റസൂലിനെയാണ് എനിക്കിഷ്ടം, എന്നെക്കാളും എൻ്റെ റസൂലിനെ. ഉമർ റളിയല്ലാഹു തിരുത്തി പറഞ്ഞപ്പോൾ അൽ ആൻ യാ ഉമർ, ഉമറേ ഇപ്പോഴാണ് ഇനി ശരിയായത്, ഇപ്പോഴാണ് ഇനി പറഞ്ഞത് ശരിയായത്, കറക്റ്റായത് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാറ്റിനേക്കാളും എന്നെക്കാളും എനിക്ക് ഇഷ്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലമായ ഈ സ്നേഹം കൊണ്ട് മാത്രമായില്ല, ഈ ഒരു കേവലമായ മദ്ഹ് പറച്ചിലുകൾ കൊണ്ടും മദ്ഹ് പാടലുകൾ കൊണ്ടും മാത്രമായില്ല റസൂലിനോടുള്ള സ്നേഹം. ആ റസൂലിനോടുള്ള സ്നേഹം ഹുബ്ബുർ റസൂലിൽ നിന്ന് ഇത്തിബാഉർ റസൂലിലേക്കും ഇത്തിബാഉർ റസൂലിലേക്കും അതുപോലെ തന്നെ ഇതാഅത്തുർ റസൂലിലേക്കും മാറണം. ആ ഒരു സ്നേഹത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ ചാണിന് ചാണായിട്ട് എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ അനുകരിക്കുന്ന, ഇത്തിബാ നടത്തുന്ന, പിൻപറ്റുന്ന ഒരു സ്നേഹത്തിലേക്ക് അത് മാറണം. അതുപോലെ തന്നെ ഇതാഅത്തുർ റസൂലിലേക്ക്, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുന്നതിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോഴാണ് നമുക്ക് നേരത്തെ പറഞ്ഞ ഹുബ്ബുർ റസൂല് പൂർത്തിയാവുകയുള്ളൂ. കേവലമായ ഈ സ്നേഹപ്രകടനം കൊണ്ട് മാത്രമായില്ല എന്നുള്ളത്. അങ്ങനെ കേവലമായ സ്നേഹപ്രകടനമാണെങ്കിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരായിരുന്നു? ഏറ്റവും കൂടുതൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്നേഹിച്ചിരുന്നത് ക്രൈസ്തവരായിരുന്നു. പക്ഷെ വിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ, അവർ ആ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള ആ രീതിയിലുള്ള സ്നേഹം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമുദായത്തെ എത്രമാത്രമാണ് വിമർശിക്കുന്നത്, എത്രമാത്രമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ വിമർശിക്കുന്നത്. ആ കേവലമായ സ്നേഹത്തിലൂടെ അതിര് കവിഞ്ഞ് ദൈവത്തിലേക്ക് എത്തിപ്പെടുത്തുന്ന ആ ഒരു സ്നേഹപ്രകടനത്തിനെ വിശുദ്ധ ഖുർആൻ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കേവലമായ സ്നേഹത്തിലൂടെ മാത്രം ഒരിക്കലും തന്നെ നമുക്ക് റസൂലിനോടുള്ള ഹുബ്ബുർ റസൂൽ അല്ലെങ്കിൽ ഇത്തിബാഉർ റസൂല് പൂർത്തിയാക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. നമുക്ക് അള്ളാഹുവിൻ്റെ റസൂല് ജീവിതത്തിൻ്റെ സാക്ഷിയാകണം, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവനുള്ള അള്ളാഹുവിൻ്റെ റസൂലിലായിരിക്കണം എന്നുള്ളതാണ്. മുബശ്ശിറായിട്ടാണ്, നദീറായിട്ടാണ്, അതുപോലെ തന്നെ ദാഇയായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. സിറാജൻ മുനീറ,
റസൂലിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് ഇതൊക്കെ. സിറാജുൻ മുനീറ, പ്രകാശമായിട്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് കാണിച്ചു തന്നിട്ടുള്ള വെളിച്ചത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകേണ്ടത്. അപ്പുറവും ഇപ്പുറവും കൂരിരുട്ടുണ്ട്, പക്ഷേ അള്ളാഹിൻ്റെ റസൂല് നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്നു തന്നിട്ടുണ്ട്. വെളിച്ചമാണ് റസൂല്, വിളക്കാണ്, ജീവിതത്തിൻ്റെ വിളക്കതായിരിക്കണം. മറ്റേത് വെളിച്ചത്തിൻ്റെ പിന്നാലെ പോയാലും അന്തസ്സും അഭിമാനവും ഇല്ലാതെ നക്ഷത്രം റസൂലായിരിക്കണം, സ്റ്റാർ റസൂലായിരിക്കണം. അല്ലാതെ സ്റ്റാറുകൾ സിനിമാ സ്റ്റാറുകളായി മാറരുത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അഥവാ നമ്മുടെ മക്കള് സിനിമയിലെ സ്റ്റാറുകളെയായിരുന്നു ഇതുവരെ അനുകരിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അനുകരിച്ച് അവരെങ്ങോട്ടാണ് നമ്മുടെ മക്കളെ കൊണ്ടുപോയിരുന്നത് എന്ന് വെളിച്ചത്ത് വന്നിരിക്കുന്നു. എന്താണ് ആ കൊണ്ടുപോകലിൻ്റെ പ്രശ്നം? ആ സ്റ്റാറുകളെയൊക്കെ അനുകരിച്ചു പോയപ്പോൾ യഥാർത്ഥ സ്റ്റാർ നമുക്ക് റസൂലായിരുന്നു എങ്കിൽ അന്തസ്സോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി മാനം കെടാതെ ജീവിക്കാമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ മക്കള് സ്റ്റാറായി അനുകരിച്ചിരുന്നത് സിനിമയിലെ സ്റ്റാറുകളെയായിരുന്നു. അതുകൊണ്ട് തന്നെ മാനം കെട്ട് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് അവരും നമ്മുടെ മക്കളും പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഹെയർ സ്റ്റൈലായിരുന്നു നമ്മുടെ മക്കളുടെ ഹെയർ സ്റ്റൈല്, അവരുടെ വസ്ത്രധാരണ സ്റ്റൈലായിരുന്നു നമ്മുടെ മക്കളുടെ വസ്ത്രധാരണ സ്റ്റൈല്. അതൊക്കെ എവിടേക്കായിരുന്നു അവർ നമ്മുടെ മക്കളെ കൂട്ടിക്കൊണ്ടുപോയിരുന്നത് എന്ന് ഇപ്പോൾ എല്ലാവരും പരസ്യമായിട്ട് പച്ചയായിട്ട് വായിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ നമ്മൾ നമ്മുടെ മക്കളോടും കുടുംബത്തിനോടും പറയേണ്ടത് റോൾ മോഡലാകുവാൻ റസൂലല്ലാതെ മറ്റാരുമില്ല. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വെളിച്ചം പകരേണ്ടത്, സ്റ്റാറായി മാറേണ്ടത്, ഹീറോ ആയി മാറേണ്ടത് എൻ്റെ ഹബീബാണ്, എൻ്റെ റസൂലാണ്. എൻ്റെ കുടുംബത്തിൻ്റെ സ്റ്റാറായി മാറേണ്ടത്, എൻ്റെ കുടുംബത്തിൻ്റെ ഹീറോ ആയി മാറേണ്ടത് എൻ്റെ റസൂലാണ്. അതുകൊണ്ട് തന്നെ വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്. എനിക്കെല്ലാം പഠിപ്പിച്ചെന്ന് റസൂല് പഠിപ്പിച്ചെന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. റസൂലിന് എന്തിനാണ് നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പറയുന്നത്. എനിക്ക് എല്ലാ നന്മയും വഴിയും എൻ്റെ ജീവിതത്തിൻ്റെ റൂട്ട് പകർന്നു തരുന്നത് എൻ്റെ റസൂലായിരിക്കണം, മറ്റാരും ആകരുത് എന്നുള്ളതാണ്. റസൂലായിരിക്കണം എൻ്റെ റൂട്ട് പകർന്നു തരുന്നത്. എൻ്റെ ജീവിതത്തിൽ എവിടെയും തന്നെ എൻ്റെ ഈ ഒരു പുതിയ കാലത്ത് നമ്മുടെ മക്കളിപ്പോൾ പറയാറുള്ളൊരു വർത്തമാനമാണ്, ഈ പുതിയ കാലത്തേക്കൊന്നും ഇത് ഫിറ്റാവില്ല, ഈ പറയുന്ന കാര്യമൊന്നും പുതിയ കാലത്തേക്ക് ഞങ്ങളെ ക്യാമ്പസിലേക്കൊന്നും ഇത് ഫിറ്റാവുകയില്ല എന്ന്. ഈ അടുത്ത് ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ കുട്ടികൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഞങ്ങളെ കൂടെ ഒരുപാട് കാലമായിട്ട് ഞങ്ങളെ സ്വന്തം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൺകുട്ടി, ആ ആൺകുട്ടിയെ വഴിയിൽ നിന്ന് കണ്ടു, ഞങ്ങൾക്ക് ബസ് കിട്ടാതെ നിൽക്കുകയാണ്. ആ കുട്ടിയുടെ ബൈക്കിൽ കയറി പോയാൽ എന്താ പ്രശ്നം? ഒരു ആകാശം ഇടിഞ്ഞു വീഴുമോ? ഞാൻ ആ ആൺകുട്ടിയുടെ ബൈക്കിൻ്റെ പിന്നിൽ കയറിപ്പോയാൽ ഒരു പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യമാണ്, നിഷ്കളങ്കമായിട്ട് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമോ? ഞങ്ങൾക്കൊന്നും തന്നെ അങ്ങനെ വേറെ ഒരു തോന്നലുകളുമില്ല. എന്നിട്ട് ഞാൻ അതിൻ്റെ പിന്നിൽ പോയാൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഈ ഒരു കാലത്തേക്കൊന്നും ഫിറ്റല്ല എന്ന് പറയാം. അങ്ങനെയല്ല, ഏത് കാലത്തേക്കുമുള്ള നിയമാവലി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ആരെ കൂടെ നടക്കാം, ആരെ കൂടെ നടക്കാൻ പാടില്ല, ആർക്ക് കൈ കൊടുക്കാൻ എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കുമുള്ള നിയമങ്ങൾ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതനുസരിക്കുക. ഏത് ചെറിയ കാര്യത്തിലാണെങ്കിലും എത്ര വലിയ ത്യാഗം സഹിക്കേണ്ട കാര്യത്തിലാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുവാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമ്പോഴൊക്കെ മുഹാജിറുകളും അൻസാറുകളും ഒക്കെ ഒരേ സ്വരത്തിൽ പറയുന്ന വർത്തമാനം എന്താണ്? ഇല്ലട്ടോ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവരുടെ അനുയായികൾ പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുമെന്ന് പറയില്ല. റസൂലേ, അങ്ങ് ഏത് കടലിലേക്ക് എടുത്തു ചാടുവാൻ പറഞ്ഞാലും ഞങ്ങളുണ്ടാകും കൂടെ എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധിയുടെ ഘട്ടം വന്നാലും ആത്മാഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി അന മുസ്ലിം, ഞാൻ എൻ്റെ റസൂലിനെ അംഗീകരിച്ച് ജീവിക്കുന്നവനാണ്. അതിൻ്റെ പേരിൽ ചിലപ്പോൾ സ്ഥാനങ്ങൾ തെറിച്ചു എന്ന് വരും, അതിൻ്റെ പേരിൽ ചിലപ്പോൾ നമുക്കുള്ള സമ്പത്ത് നഷ്ടപ്പെട്ടു എന്ന് വരും. എത്രയെത്ര സ്വഹാബിമാരുടെ എത്രയെത്ര സമ്പത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചതിൻ്റെ പേരിൽ ശത്രുക്കൾ കൊണ്ടുപോയിട്ടുണ്ട്.
അതൊക്കെ സംഭവിക്കും. അവിടെയൊക്കെ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു നിയമാവലി പിൻപറ്റുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, എത്ര ചെറിയ കാര്യമാണെങ്കിലും അങ്ങനെയാണ്. വലിയ വലിയ കാര്യം മാത്രമല്ല, ചെറിയ കാര്യമാണെങ്കിലും അങ്ങനെ. സൽമാൻ ബിൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ഉമയ്യയുടെ കൊട്ടാരത്തിലേക്ക് ഒരു സൽക്കാരത്തിന് വേണ്ടി പോകുന്നുണ്ട്, ഒരു സദ്യക്ക് വേണ്ടി. ഉമയ്യയുടെ കൊട്ടാരത്തിൽ വന്നിട്ടുള്ളതൊക്കെ VIP-കളാണ്, ഏറ്റവും വലിയ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ വലിയൊരു ഫംഗ്ഷൻ, വലിയൊരു സൽക്കാരമാണ്. അതിൽ വലിയ വലിയ VIP-കൾ മാത്രമാണ് ഇരിക്കുന്നത്. അവിടേക്കാണ് സൽമാൻ ബിൻ ഫാരിസ് ഇപ്പോൾ കയറി പോകുന്നത്. അങ്ങനെ കയറി ചെന്നിട്ട് അവിടെ ചെന്നപ്പോൾ വടമ്പിയെടുത്തും കഴിച്ചെടുത്തും ഒക്കെ ഒരുപാട് വറ്റുകൾ നിലത്ത് വീണിട്ടുണ്ട്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പോയിട്ട് അത് നുള്ളിപ്പെറുക്കി ആ മണ്ണ് തട്ടിയ ഭാഗമൊക്കെ കഴുകിയിട്ട് അത് കഴിക്കാൻ തുടങ്ങുകയാണ്. കയ്യിൽ പിടിച്ചു. ഇത് വലിയ മാന്യന്മാരിരിക്കുന്ന സദസ്സാണ്. ഇവിടെ നിലത്ത് വീണ വറ്റൊക്കെ എടുത്തു വന്നിട്ട് നീ കഴുകി കഴിക്കുക, അതൊക്കെ ഒരു മോശമാണ്, ഞങ്ങളുടെ അന്തസ്സിന് ചേർന്നതല്ല എന്നൊക്കെ പറഞ്ഞൊരു കയ്യിന് പിടിക്കുകയാണ്. സൽമാൻ ബിൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഈ വിഡ്ഢികൾക്ക് വേണ്ടി എൻ്റെ ഹബീബിൻ്റെ സുന്നത്തിനെ ഞാൻ കൈയൊഴിയണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ വിഡ്ഢികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഹബീബിൻ്റെ സുന്നത്തിന് എനിക്ക് നമുക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ ചിലപ്പോൾ നാണം വരും അല്ലേ? ചില സന്ദർഭങ്ങൾക്ക് ഒരു മടിയാണ് റസൂലിൻ്റെ സുന്നത്തിനെ പിൻപറ്റുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നടപ്പിലാക്കുവാൻ. ഈ സദസ്സിൽ ഇപ്പോൾ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ, സലാത്ത് ചൊല്ലുമ്പോൾ അത് ഇപ്പോഴത്തെ കാലത്ത് സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അതൊരു മടിയാണ്. പുറത്തേക്ക് വരുമ്പോൾ ആളുകൾ കേൾക്കുമോ കാണുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു മടിയാണ്. ആ മടിയല്ല. അതാണ് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിഡ്ഢികൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സുന്നത്തിന്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹബീബായ റസൂലിൻ്റെ സുന്നത്തിനെ കളയണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന്? കേവലമായ ആചാരമല്ല യഥാർത്ഥത്തിൽ, ആചാര പ്രകടനങ്ങളല്ല യഥാർത്ഥത്തിൽ റസൂലിനുള്ള സ്നേഹം എന്ന് പറയുന്നത്. അത് ആദർശ പ്രകടനമാണ്. അത് കേവലമായ സ്നേഹം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ആ കേവല സ്നേഹം എന്തിനു വേണ്ടിയാണ്? ഇത്തിബായിലേക്ക് എത്തുവാൻ വേണ്ടിയാണ്. കേവല സ്നേഹം കൊണ്ട് ഇതൊക്കെ നടക്കുമെങ്കിൽ ഏറ്റവും കൂടുതൽ റഹ്മാന്റെ റസൂലിനെ സ്നേഹിച്ചതായിരുന്നു ആര്? അബൂ ത്വാലിബ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക മാത്രമല്ല, റസൂലിന് വേണ്ടി എത്ര ത്യാഗം സഹിച്ചു ആ മനുഷ്യൻ, എത്രയേറെ ത്യാഗം സഹിച്ചു. മക്കക്കാർ മുഴുവനും ബഹിഷ്കരിച്ചപ്പോൾ ഈ പറയുന്ന അബൂ ത്വാലിബിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമായിരുന്നു, അതിൽ നിന്നൊക്കെ മാറി നിൽക്കാമായിരുന്നു, റസൂലിന്റെ കൈയൊഴിഞ്ഞുകൊണ്ട് സുഖസുന്ദരമായിട്ട് ജീവിക്കാമായിരുന്നു. പക്ഷേ പച്ചില കഴിച്ച് വെള്ളം കുടിച്ച് അവിടെ തന്നെ റസൂലിന്റെ കൂടെ ബഹിഷ്കരണത്തിൽ ഒപ്പം കൂടി ഇരിക്കുന്നു ആര്? അബൂ ത്വാലിബ്. അത്രയേറെ സ്നേഹിച്ചിരുന്നു. അവിടുന്നുണ്ടായ രോഗമാണ് മരണത്തിലേക്ക് വരെ, അബൂ ത്വാലിബിന്റെ മരണത്തിലേക്ക് വരെ എത്തിയത്. അപ്പോൾ എന്നിട്ട് പോലും അള്ളാഹുവിൻ്റെ റസൂലിനുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണത വന്നില്ല. കാരണം എന്താണ്? ഇത്തിബാ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ സ്നേഹം കൊണ്ട് അതുകൊണ്ട് ഒരു കാര്യം ലഭിച്ചില്ല. കാരണം എന്താണ്? നന്നായി സ്നേഹിച്ചിരുന്നു, പക്ഷേ എന്താണ്? അതിലേക്കൊന്നും തന്നെ ഇത്തിബാ ഉണ്ടായില്ല എന്നുള്ളതാണ്. സ്ഥാനമാനങ്ങളെ അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തടസ്സമാകാൻ പാടില്ല. എൻ്റെ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോവുകയാണ്. ഈ കല്യാണത്തിൻ്റെ ദിവസമൊക്കെ ഇപ്പോൾ ഈ നിയമങ്ങളും മുഴുവനും റസൂലിൻ്റെ നിയമങ്ങളൊക്കെ കൂടെ അനുകരിക്കേണ്ടതുണ്ടോ? അങ്ങനെയുള്ളൊരു സംശയം അതില്ല. ആ സംശയങ്ങളൊന്നുമില്ല. ഏത് നിമിഷത്തിലാണെങ്കിലും, എത്ര ചെറിയ സന്ദർഭത്തിലാണെങ്കിലും, എത്ര വലിയ സന്ദർഭത്തിലാണെങ്കിലും, എൻ്റെ കുട്ടിയുടെ ഹെയർ സ്റ്റൈൽ മുതൽ, വസ്ത്രധാരണ മുതൽ, കുട്ടിയുടെ സംസാരവും അതുപോലെ തന്നെ കുട്ടിയുടെ നടത്തവും എല്ലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെതായിരിക്കണം എന്നുള്ളതാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ മാതൃക മുഴുവൻ മേഖലകളിലേക്കും നമുക്ക് മാതൃകയുണ്ടാകുമെന്നുള്ള ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എല്ലാ മേഖലയിലേക്കും ഉണ്ട്. ഏത് മേഖലയിലുള്ള ആളുകളാണ് എങ്കിലും ആ മേഖലകളിലേക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമുക്ക് കാണാൻ കഴിയും. ഏത് മേഖല എടുത്ത് നോക്കൂ. നിങ്ങളൊരു യത്തീമാണെങ്കിൽ യത്തീം മക്കൾക്കുള്ള മാതൃക യത്തീമായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെടുകയും ജനിച്ച് കുറച്ചു കഴിയുമ്പോഴേക്കും മാതാവ് മരണപ്പെട്ടുള്ള പൂർണ്ണനായ യത്തീമിൻ്റെ ജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ വലിയൊരു ബിസിനസ്സുകാരനാണ് എങ്കിൽ ഖദീജ ബീവിയുടെ കൂടെ ബിസിനസ്സുകാരനായിട്ട് നടന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാണ്. നിങ്ങളൊരു വിദ്യാർത്ഥിയാണ് എങ്കിൽ ജിബ്രീലിൻ്റെ മുമ്പിൽ നിന്ന് അറിവുകൾ ശേഖരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം റസൂലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങളൊരു മധ്യസ്ഥനാണ് എങ്കിൽ
സകല പ്രശ്നങ്ങളിലും ഇടപെടുന്ന, അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഇനി ഒരു വിജിലൻസ് ഓഫീസറാണ് എങ്കിൽ അത്തരത്തിലുള്ള കർമ്മങ്ങളും റസൂലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾ അതൊന്നുമല്ല ഒരു പിതാവാണ്, നല്ല പിതാവാകണമെങ്കിൽ അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ കഴിയും. പല രീതിയിൽ സ്നേഹിച്ചിട്ടും ഉപദേശിച്ചിട്ടുമുള്ള പിതാവ് ഫാത്തിമ, ഇനി നിന്റെ നരകത്തിൽ നിന്ന് നീ തന്നെ എന്നെ കാത്തുകൊള്ളണം എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു പിതാവിനെ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നല്ലൊരു ഭർത്താവാകാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഖദീജ ബിയുടെ ഏറ്റവും മനോഹരമായിട്ട് ഭാര്യമാരോട് പെരുമാറിയിരുന്ന ഒരു ഭർത്താവിൻ്റെ റോളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു സൈന്യാധിപനാണ് നിങ്ങളെങ്കിൽ ഒന്ന് ആലോചിച്ചു, ലോകത്തേതെങ്കിലും സൈന്യാധിപനുണ്ടോ? പിടിക്കപ്പെട്ടിട്ടുള്ള യുദ്ധത്തടവുകാരോട് 4 അക്ഷരം പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഈ സഹാബിമാർക്ക് നിങ്ങൾ 10 അക്ഷരം പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടാമെന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സൈന്യാധിപനെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുമോ? കുറ്റവാളികളോട് അങ്ങനെ പെരുമാറിയിട്ടുള്ള ഒരു സൈന്യാധിപനെ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? അത്ര മനോഹരമായിട്ട് ഒരു സൈന്യാധിപനെയും നമ്മുടെ ഈ ജീവിത ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാം കീഴടങ്ങിയപ്പോൾ മുമ്പ് ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ള ആളുകളോട് ആ ആളുകൾ തൻ്റെ കീഴിലേക്ക് വന്നിരിക്കുന്നു, എൻ്റെ വിജയം നേടിയിരിക്കുന്നു എന്നറിഞ്ഞിട്ടും അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കളോട് നിങ്ങളെല്ലാം സ്വതന്ത്രരാണ് എന്ന് പറയാൻ അന്തസ്സുള്ള ഒരു റസൂൽ നമുക്കുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞൊരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ ഒറ്റ സൈന്യാധിപനാണ് ഉണ്ടാവുകയുള്ളൂ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ എല്ലാ ജീവിതത്തിലും നിങ്ങൾ ഏത് മേഖലയിലാണ് എങ്കിലും ആ മേഖലയിലേക്കൊക്കെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാതൃകയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ലോകത്ത് ഒരുപാട് ആളുകൾ, ധാരാളം നേതാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, മത നേതാക്കന്മാരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട്, ശാസ്ത്രജ്ഞന്മാർ, അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള നേതാക്കന്മാരുണ്ട്. അവിടെയൊക്കെ ചരിത്രം എടുത്തു നോക്കാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് തെറ്റുകളില്ലാതെ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച ആളുകൾക്ക് അറിയാം, ഒരു ഹദീസ് ഉദ്ധരിക്കുന്ന ആളെക്കുറിച്ച് എത്രയെത്ര കിതാബുകളാണുള്ളത്. ഹദീസ് ഉദ്ധരിക്കുന്ന ആളുകളെക്കുറിച്ച്, റസൂലിനെ കുറിച്ചുള്ള ഒരു വർത്തമാനം പറയുന്ന ആളുകളുടെ എല്ലാ ജീവിതവും പറയുന്ന ഒരുപാട് കിതാബുകൾ. അതിൽ നിന്ന് എന്തെങ്കിലും പിഴവുള്ള ആളുകൾ പറഞ്ഞ ഹദീസുകൾ വരെ ഒഴിവാക്കിയിരിക്കുകയാണ്. അങ്ങനെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ചരിത്രം മറ്റൊരാളുടെയും ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം തുറന്ന പുസ്തകമാണ്. ഒരു ഭാഗവും അതിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. എല്ലാ രഹസ്യമായ ജീവിതവും പരസ്യമായ ജീവിതവും ഒക്കെ എഴുതി വച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിജിയാണ്. പക്ഷേ ഗാന്ധിജി എങ്ങനെയായിരുന്നു മലമൂത്ര വിസർജനത്തിന് വേണ്ടിയിട്ട് പോയിരുന്നത്, ഏത് കാലാണ് മുന്നിട്ട് വെച്ചിരുന്നത്, എങ്ങനെ കിടന്നുറങ്ങിയിരുന്നു, ഇതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നമുക്ക് വായിക്കാൻ കഴിയില്ല. എന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഏത് പ്രാർത്ഥന ചൊല്ലിയിരുന്നു, ഏത് കാല് മുന്നോട്ട് വെച്ചിരുന്നു എന്നെല്ലാം നമുക്ക് പഠിപ്പിച്ചു. എങ്ങനെ കുളിച്ചിരുന്നു, എങ്ങനെ കുളിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിലൊക്കെ നിത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃക. അങ്ങനെ ഞാൻ പറഞ്ഞു, എല്ലാ ജീവിതത്തിലും എണീറ്റ് അവസാനിക്കുന്നത് വരെ ഒന്ന് എണീറ്റ് നോക്കൂ. രാത്രി കിടന്നുറങ്ങുമ്പോഴോ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചെന്ന ഒരുപാട് സുന്നത്തുകളുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ എല്ലാ നിമിഷങ്ങളിലേക്കും മാതൃകയുണ്ട്. ഒരു നേതാവിൻ്റെ ചരിത്രത്തിലും ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. വലിയ ഷേക്സ്പിയറായിട്ടുള്ള വലിയ സാഹിത്യകാരനായിട്ടുള്ള ഷേക്സ്പിയറിൻ്റെ ജീവിതത്തിൽ നമുക്ക് സാഹിത്യത്തിന് മാതൃകകൾ കണ്ടേക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദാമ്പത്തിക ജീവിതത്തിന് മാതൃകകൾ ഉണ്ടാവുകയില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിതത്തിന് അദ്ദേഹം മാതൃകയായിരിക്കുകയില്ല. അതുപോലെ തന്നെ വ്യത്യസ്തമായ നേതാക്കന്മാരെടുത്തോളൂ, അവരെല്ലാവരും അവരേത് മേഖലയിലാണോ അതിലായിരിക്കും അവിടെ സംഭാവനകൾ ഉണ്ടാവുക. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിലുടനീളം രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ ജീവിതത്തിനും മാതൃകയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളത്. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു നേതാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ വിമോചന പോരാട്ടങ്ങളിലുള്ള വ്യത്യാസമാണ്. ഒരുപാട് വിമോചന പോരാളികളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പറയാറുള്ള ഒരു വിമോചന പോരാളി എന്ന് പറയപ്പെടാറുള്ള കാറൽ മാക്സ് എന്ന് പറയുന്നത്
അദ്ദേഹം മനുഷ്യന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യന്റെ അടിമത്തത്തിലേക്കാണ് വിമോചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ നിൽക്കാൻ കഴിയാതെ പോയത്. ചരിത്രത്തിൽ അപ്രസക്തമായത് അതുകൊണ്ടാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങൾ കഴിഞ്ഞിട്ടും കാലങ്ങൾക്കപ്പുറം തീർന്നു പോയിട്ടും ഇപ്പോഴും കാലങ്ങൾക്കപ്പുറം കഴിഞ്ഞു പോയിട്ടും ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിമോചിപ്പിച്ചത് മനുഷ്യന്റെ അടിമത്തത്തിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു തആലയുടെ അടിമത്തത്തിലേക്കാണ്. ആ അടിമത്തത്തിലേക്കായിരുന്നു. അപ്പോഴാണ് ആ വിമോചനം പൂർത്തിയാവുക. എല്ലാ മേഖലയിലുമുള്ള വിമോചനം നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. മനുഷ്യന്റെ അടിമത്തത്തിൽ നിന്നാണ് വിമോചിപ്പിച്ചത്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ പേർഷ്യയുടെ സൈന്യാധിപനായിരുന്ന റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് റിബിയു ബിൻ ആമിർ റളിയല്ലാഹു അൻഹു കയറി ചെല്ലുന്ന ഒരു രംഗമുണ്ടല്ലോ. കയറിച്ചെല്ലാണ്. എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചിട്ടാണ് പോകുന്നത്. ആ ഒരു സൈന്യാധിപന്റെ വലിയ സദസ്സ്, ആ സദസ്സിലെ എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചിട്ട് മുഷിഞ്ഞൊരു വസ്ത്രം, ചെരുപ്പില്ല, പൊട്ടിയൊരു വാള്, വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു. അങ്ങനെ കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള പാറാവുകാർ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആരാണ് ഈ കാട്ടറബിക്ക് അവസരം കൊടുത്തത് കടന്നു വരാനുള്ള? ആരാണ് ഈ കാട്ടറബിക്ക്? റുസ്തം ആക്രോശിക്കുകയാണ്. ഈ കാട്ടറബിക്ക് ആരാണ് ഇങ്ങനെ കയറി വരാനുള്ള അനുവാദം കൊടുത്തത് എന്ന്. അവിടെ വെച്ചിട്ട് സഹാബി പറയുന്ന വർത്തമാനം, റുസ്തം, നീ പറഞ്ഞത് ശരിയായിരുന്നു. ഞങ്ങൾ കാട്ടറബികളായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മദ്യപിക്കണമെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള മനുഷ്യന്റെ കൊന്നു കളഞ്ഞിട്ട് വസ്ത്രം വിറ്റിട്ടെങ്കിലും ഞങ്ങൾ മദ്യപിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഞങ്ങളുടെ തൊടുവിലേക്ക് പറമ്പിലേക്ക് ഒരു ഒട്ടകം വന്നിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോടെ യുദ്ധം ചെയ്തിരുന്ന പാരമ്പര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ ജീവിക്കാൻ അനുവദിച്ചിരുന്നില്ല. പച്ചയായിട്ട് ജീവനോടെ കുഴിച്ചുകൂടിയിരുന്നു. അങ്ങനെ ഒരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. ശരിയാണ് റുസ്തം, പക്ഷേ ഇന്ന് ഞങ്ങൾക്കൊരു പ്രവാചകനുണ്ട്, സഈമുന മുഹമ്മദ് സഈമുന. ഞങ്ങൾക്കൊരു നേതാവുണ്ട്. ആ നേതാവ് ഞങ്ങൾക്ക് അന്തസ്സും അഭിമാനവും ആത്മാഭിമാനവും നൽകി ഞങ്ങളെ അന്തസ്സുള്ളവരാക്കി തന്നു എന്നുള്ളതാണ്. യൂഫ്രട്ടീസിന്റെയും നദീതീരങ്ങളിൽ നെട്ടുപറിക്കുകളായി നടന്നിരുന്ന കാട്ടറബികളെയും സംസ്കാരശൂന്യരായിട്ടുള്ള ആളുകളെയും സംസ്കാരത്തിന്റെ ഉന്നതങ്ങളിൽ ഉന്നതന്മാരാക്കി തീർത്തത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മൾ ആ പാതയിലേക്ക് പോകുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, റസൂലിനെ പോലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളായിരിക്കും ഏറ്റവും ഉത്തമരായിട്ടുള്ള സമൂഹം. ഈ സമൂഹത്തിൽ നമ്മളായിരിക്കും ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ എന്നുള്ളതാണ്. എല്ലാ രീതിയിലുള്ള വിമോചന പോരാട്ടങ്ങളെയും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ആമിറുല്ലാഹു അദ്ദേഹം സഹാബി പോയതിനു ശേഷം റുസ്തം പറയുന്നൊരു വർത്തമാനമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു വർത്തമാനമാണ്. ഇത്ര അന്തസ്സുള്ള വർത്തമാനം നിങ്ങളെവിടെയും കേട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. റുസ്തമിനോടാണ് ചീത്ത പറയുന്നത്, പക്ഷേ റുസ്തം പറയുന്ന വർത്തമാനം. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചന പോരാട്ടങ്ങളെക്കുറിച്ചാണ്. വിമോചന പോരാട്ടങ്ങളിൽ സുപ്രധാനമായൊരു വിമോചന പോരാട്ടമായിരുന്നു സാംസ്കാരിക ജീർണതകളിൽ നിന്നുള്ള റസൂലിൻ്റെ വിമോചനം എന്നുള്ളത്. ജനങ്ങളെ വിമോചിപ്പിച്ചു എന്നുള്ളത് മദ്യത്തിൻ്റെയും ലൈംഗികതയുടെയും ഒക്കെ അരാജകത്വം നടമാടിയുന്ന, അത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ അറേബ്യയിൽ മതകാര്യങ്ങളിൽ പോലും മദ്യം അനിവാര്യമായിരുന്ന ഒരു കാലത്താണ് റസൂൽ ജീവിക്കുന്നത്. പക്ഷേ അതേ മനുഷ്യരെ കൊണ്ട് മദ്യം ഛർദ്ദിപ്പിച്ച് കളഞ്ഞ് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കി എന്നുള്ളത്. നമ്മുടെ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ എത്ര കാലമായി ഈ മദ്യനിരോധനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പണി നമ്മൾ തുടങ്ങിയിട്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പെട്ടെന്ന് ഘട്ടം ഘട്ടമായിട്ട് ആ ജീർണതകളിൽ നിന്നെല്ലാം മനുഷ്യരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചന പോരാട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, എല്ലാറ്റിനും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എനിക്ക് മാതൃക റസൂലായിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ചെന്ന് ഉടനെ ചെയ്തിട്ടുള്ള പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ, കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കുത്തകകളുടെ കൈകളിൽ നിന്ന് അതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുത്തു എന്നുള്ള. കുടിവെള്ളമില്ലാതെ പ്രയാസപ്പെടുകയായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ജൂതൻ വളരെ വലിയ വിലക്ക് വെള്ളം വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ വലിയ വില കൊടുത്തിട്ട്, ഇരട്ടി വില കൊടുത്തിട്ട് ആ കിണർ തന്നെ വാങ്ങിയിട്ട് ആ കിണർ ഒരു പഞ്ചായത്ത് കിണറാക്കി കൊടുക്കുകയാണ്.
അഥവാ പൊതു കിണറാക്കി കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും വെള്ളം കൊടുക്കുകയാണ്. വെള്ളത്തിന് വേണ്ടിയുള്ള പോരാട്ടം, അല്ലെങ്കിൽ വെള്ളം കൊള്ളയടിക്കുന്നവർക്കെതിരെയുള്ള പോരാട്ടം, അതിനൊക്കെ എൻ്റെ അടുത്തുള്ള മാതൃക, എൻ്റെ തൗഹീദുള്ള മാതൃക റസൂലിൻ്റെ മാതൃകയാണ്. ആ മാതൃകയിൽ നിന്നാണ് ഞാൻ ആ പ്രവർത്തനങ്ങൾ, സമരങ്ങൾക്കുള്ള മാതൃക, അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ചിന്തകൾക്കുള്ള മാതൃക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങാടികളിൽ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്കിടയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അവിടെയുള്ള പൂഴ്ത്തിവെപ്പിനെതിരെ പണിയെടുത്തിരുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്വഫ് ശരിയാക്കിയിരുന്ന അതേ വടി കൊണ്ടാണ് അങ്ങാടിയിലുള്ള കൊള്ളയും അതുപോലെ തന്നെ പൂഴ്ത്തിവെപ്പും ഒക്കെ അള്ളാഹുവിൻ്റെ റസൂല് പുറത്തേക്ക് കൊണ്ടുവന്നത് ഇതേ വടി കൊണ്ടാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ നിന്നും അതുപോലെ തന്നെ പള്ളിയിലേക്ക് മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കും നമ്മുടെ അങ്ങാടികളിലേക്കും ഒക്കെ നമ്മൾ ചെന്നെത്തുന്നത്, പ്രവർത്തനങ്ങളുമായി ചെന്നെത്തേണ്ടത് അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയിൽ തന്നെയാണ് എന്നുള്ളതാണ്. ആ മാതൃകയിൽ നിന്ന് തന്നെയാണ് റസൂലുള്ളാഹി. അതുപോലെ തന്നെ മറ്റൊരു വിമോചന പോരാട്ടം എന്ന് പറയുന്നത് സ്ത്രീ വിമോചന പോരാട്ടമാണ്. സ്ത്രീകൾക്ക് ജനിക്കുവാനും ജീവിക്കുവാനും പോലും അവസരമില്ലാത്ത കാലം എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂല് സ്ത്രീ വിമോചന പോരാട്ടം നടത്തുന്ന സന്ദർഭങ്ങളിൽ യൂറോപ്പിൻ്റെ അവസ്ഥ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. യൂറോപ്പിൽ ഒരു സെമിനാർ നടക്കുകയാണ്. ആ സെമിനാറിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സ്ത്രീ മനുഷ്യനാണോ അല്ലേ എന്നുള്ളതാണ്. ലോകത്തുള്ള വലിയ വലിയ ഗവേഷകന്മാരെ മുഴുവനും കൊണ്ടുവന്നെത്തിയിട്ട് ആ സെമിനാർ 3 ദിവസം മുന്നോട്ട് പോവുകയാണ്. 3 ദിവസത്തെ ഗവേഷണ മനന പഠനങ്ങളിലൂടെ അവർ കണ്ടെത്തിയത് തൽക്കാലം സ്ത്രീ മനുഷ്യനാണ് എന്നുള്ളത്, താൽക്കാലികമായി സ്ത്രീ മനുഷ്യനാണ് എന്നുള്ളതാണ്. അത് ഉറപ്പിക്കാനായിട്ടില്ല എന്നുള്ളതാണ്. അത്ര അവസ്ഥയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സന്നാഹ് മുതൽ ഹളറമൗത്ത് വരെ നിർഭയത്വത്തോടുകൂടി ഒരാളെയും ഭയപ്പെടാതെ നിങ്ങൾക്ക് യാത്ര ചെയ്യാമെന്ന് പറയുന്നത്. ഏറ്റവും വലിയ ലിബറൽ കാഴ്ചപ്പാടുള്ള, ഏറ്റവും കൂടുതൽ ലിബറലിസ്റ്റുകളുടെ നടപ്പുകൾ നടന്നിരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രമായിരുന്ന ഈ കലാകാരന്മാർക്കിടയിൽ പോലും സ്ത്രീകൾക്ക് അന്തസ്സും അഭിമാനവും ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി, കഥകളിലൂടെ, കവിതകളിലൂടെ, സിനിമകളിലൂടെയൊക്കെ കാറ്റിൽ പറത്തി അതിനെയൊക്കെ പരിഹസിച്ചിരുന്ന ആളുകൾ തന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് ചാനലുകളുടെ മുമ്പിൽ വന്നിട്ട് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ എന്തിനാണ് ചോദിച്ചിരുന്നത്? ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങളെ പർദ്ദക്കുള്ളിലാക്കുന്നത് എന്തിനാണ്? അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് മുഖമൊക്കെ നേട്ട് കൊടുക്കുന്നത് എന്തിനാണ്? ഇതൊക്കെ ചോദിച്ചിരുന്ന ആളുകൾ തന്നെ ഞങ്ങൾക്കിപ്പോൾ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലിൻ്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി പരിഹസിച്ച് കവിത എഴുതി, കഥ എഴുതി പരിഹസിച്ചിരുന്ന ആളുകളാണ് ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലിബറലായിട്ടുള്ള അന്തരീക്ഷത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ ഇടങ്ങളിൽ പോലും അവർക്ക് അഭിമാനത്തോടുകൂടി, ആത്മാഭിമാനത്തോട്, അന്തസ്സോടുകൂടി ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അവിടെയാണ് നമ്മൾ പുനർവായന നടത്തേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ത്രീ വിമോചനം എത്ര മഹത്തരമായിരുന്നു. നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ നിങ്ങളുടെ സ്ത്രീകളോട്, ഭാര്യമാരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് എന്ന് പഠിപ്പിച്ചു തന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്തിനാണ് ഈ കുഴിച്ചു മൂടിയ മക്കൾ നിങ്ങളോട് നാളെ ചോദിക്കും, എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കും, ഈ മക്കളെ എന്തിനാണ് കുഴിച്ചു മൂടിയത് എന്ന് ചോദിക്കുമെന്ന് പേടിപ്പെടുത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവരതിൽ നിന്ന് ഈ സ്ത്രീ വിമോചനത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവിടെ പുനർവായിക്കപ്പെടേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജീവിതം, അതുപോലെ തന്നെ ഉച്ചനീചത്വത്തിൽ നിന്ന്, എല്ലാറ്റിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിമോചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്നെ എൻ്റെ ഉമ്മയും റസൂലുമല്ലാതെ മറ്റാരും ഉമ്മ വെച്ചിട്ടില്ല. അത്രയേറെ അടുത്ത് പിടിച്ച് കൊണ്ടു നടന്നിരുന്നു എന്നുള്ളതാണ്. കേരളത്തിലും അങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം കേരളത്തിൽ എങ്ങനെയാണ് പ്രചരിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലൂടെയാണ്. ആരെയും ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങിക്കൊണ്ടുവന്നതല്ല, ആളുകൾ ആകർഷിച്ചു വന്നതാണ് ഈ ദീനുൽ ഇസ്ലാം. ഉച്ചനീചത്വം കത്തി നിൽക്കുന്ന കാലത്ത് ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകി വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം മനുഷ്യരായി കാണുന്നൊരു ദർശനമാണ് ഇസ്ലാമും റസൂലും പങ്കുവച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. കേരളത്തിൽ ആദ്യത്തെ ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നൊരു ചരിത്രമുണ്ട്. അപ്പു എന്ന് പറയുന്നൊരു മനുഷ്യൻ കടന്നു വരുന്നു.
മാലിക് ദിനാറും കൂട്ടരും കച്ചവടത്തിന് വേണ്ടി വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പാരമ്പര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്വഭാവത്തിൽ നിന്ന് കടന്നു വന്ന ആളുകളാണ്. അങ്ങനെ കടന്നു വന്നിട്ട് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ കച്ചവടം നടക്കുകയാണ്. എല്ലാവരും ഇവരുടെ സാധനങ്ങളാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം മുന്തിയ സാധനങ്ങളാണ്, ചെറിയ വിലക്ക് കൊടുക്കുന്നു. ആളുകളെല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്ഥിരമായി അവിടെ കച്ചവടം ചെയ്തിരുന്ന പണ്ട് മുതലുള്ള ഒരു അപ്പു എന്നുള്ള കച്ചവടക്കാരൻ അപ്പുറത്തുണ്ട്. അയാൾക്ക് കച്ചവടം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവരിത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ചെയ്തു, ഉച്ചവരെ മാത്രം മാലിക് ദിനാറും കൂട്ടരും കച്ചവടം ചെയ്യുകയാണ്. രണ്ടാമത് പിന്നെയും അതിൻ്റെ മുമ്പിൽ തന്നെ, കടയുടെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആളുകൾ വന്നിട്ട് സാധനം ചോദിക്കുമ്പോൾ അപ്പുവിൻ്റെ കടയിലുണ്ട്, അവിടുന്ന് വാങ്ങിക്കോളൂ എന്നുള്ള മറുപടിയാണ്. ഇത് അപ്പു ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. അവസാനം ഇത് ഇങ്ങനെ പറയാനെങ്കിൽ ഒരു മനുഷ്യന് സാധിക്കൂല. ഇത് വേറേതോ ഒരു ദർശനത്തിൻ്റെ ആളുകളാണ്. ആ ദർശനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പോകുന്നു. ചോദിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇസ്ലാം എന്നുള്ള ദർശനത്തെക്കുറിച്ച്, റസൂൽ എന്നുള്ള ഒരു മനുഷ്യ സ്നേഹിയെക്കുറിച്ച്, കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ് എന്ന് പറയുന്ന മഹനീയമായ ഒരു സൂത്രവാക്യം പറഞ്ഞു തന്നിട്ടുള്ള ഒരു അഷ്റഫുൽ ഖൽക്കായിട്ടുള്ള സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ റസൂലിനെ കുറിച്ച് അറിയുന്നു. ആളുകൾ അതിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെയാണ് അറിയുന്നത് ഇസ്ലാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിമോചന പോരാട്ടങ്ങളിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചന പോരാട്ടങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അന്തസ്സോടുകൂടി, അഭിമാനത്തോടുകൂടി, മാനം കെടാതെ ഏത് മനുഷ്യനും അന്തസ്സഭിമാനത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരന്മാരെ, റസൂലിനെ ജീവിതത്തിൽ നിറച്ചു കൊണ്ട് നടക്കുക, ഹൃദയത്തിൽ നിറച്ചു കൊണ്ട് നടക്കുക. സാധിക്കും നമുക്ക് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ, സലാം പറയാൻ, കൂടെ ഇരിക്കുവാൻ. ഇൻഷാ അള്ളാഹു അതിനുള്ള ആ മുറാദ് ഹാസിലാക്കി തരുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂല് മുന്നിൽ നടക്കുന്ന കാഫിലയിൽ, സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന കാഫിലയിൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഉണ്ടാകണമെന്നുള്ളതാണ്. റബ്ബേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ നാഥ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുക്കൾ, അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റബ്ബേ. അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങൾക്കൊരു വാക്ക് നൽകിയിട്ടുണ്ട്. നല്ല ആത്മാക്കൾക്ക് സ്വർഗത്തിൽ നിന്നുള്ളൊരു കവാടം ഖബറിലേക്ക് തുറന്നു കൊടുക്കുമെന്ന്. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാക്കൾ, ഞങ്ങളുടെ നേതാക്കൾ, ഞങ്ങളുടെ പിതാക്കൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, അവരുടെ എല്ലാവരുടെയും ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു കവാടം നീ തുറന്നു തരണമേ റബ്ബേ. اللهم اجعل قبورهم روضة من رياض الجنة. اللهم افتح لهم بابا من الجنة. اللهم اشرب لهم شربة من الجنة. اللهم اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم اجرنا من النار. اللهم ثبت أقدامنا في دينك. اللهم ثبت قلوبنا في دينك. اللهم طهر قلوبنا من الرياء. ربنا زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. آمين آمين برحمتك يا أرحم الراحمين.